ഹലോ, ഇത് നമ്മുടെ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഇനി കുറച്ച് ബിസിനസ് ആവാം. ഇത് നമ്മുടെ വൺ പയറാണ് കേട്ടോ. ഞാൻ പ്രാവിൻ്റെ മിക്സാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിൽ ഏകദേശം 17-18 ഐറ്റംസ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മുടെ പ്രാവിന് വേണ്ടിയാണ്. പിന്നെ നമ്മളെ കടയിൽ കിട്ടുന്ന ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത്യാവശ്യം ഡബിൾ റേറ്റ് വരുന്നുണ്ട്. കാരണം ഇതിൽ ഗോതമ്പ് ഒന്നും മിക്സ് അല്ല. പിന്നെ എല്ലാ റേഷ്യോ സെയിം ആണ് കേട്ടോ. ഗ്രീൻ പീസ് 1 കിലോ ആണെങ്കിൽ ബാക്കി എല്ലാ ഐറ്റംസും 1 കിലോയാണ്. അത്രയും ക്വാളിറ്റിയോടെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കാര്യം പറഞ്ഞ് അവർക്ക് ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് ആ ബ്രീഡർ എനിക്ക് ഓർഡർ തന്നത്. ഏകദേശം 15 കിലോ ആണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. പുള്ളി ഓർഡർ തന്നത് 15 കിലോയാണ്. നമുക്ക് കടല എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതിൽ ഗോതമ്പ് ഞാൻ മിക്സ് ചെയ്യുന്നില്ല, ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഓർഡറാണ് കേട്ടോ. അപ്പോൾ പുള്ളി അത്യാവശ്യം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇവിടെ ഫാൻസി പ്രാവാണ് ചെയ്യുന്നത്. പുള്ളി ലോഫ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയാണ് നോക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ, അതായത് ഞാൻ ചെയ്യുന്ന ഒരു സീഡ് മിക്സിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് കേട്ടോ പുള്ളി എനിക്ക് ഓർഡർ തന്നത്. അപ്പോൾ ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടത്. ഞാനിതിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, കാരണം ഒരുപാട് ഗോതമ്പ് നമുക്ക് വില കുറച്ച് കിട്ടുന്ന ആ ഒരു കണ്ടീഷൻ ഒക്കെ ഒരുപാട്, കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ഗോതമ്പിൻ്റെ കോണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് സെപ്പറേറ്റ് അല്ലെങ്കിൽ പുള്ളി വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. എനിക്ക് സീഡ് മിക്സ് മാത്രം അടിപൊളിയായിട്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഗോതമ്പ് ഇതിൽ മിക്സ് ചെയ്യാത്ത. ഇത് നമ്മുടെ കടലയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കടലയാണ്, കഴിക്കാൻ പറ്റുന്ന കടല തന്നെയാണ് കേട്ടോ. ടെസ്റ്റൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്തത് വെളുത്തുള്ളി, കാരണം ഇതിൽ വേറെ കുഞ്ഞു കുഞ്ഞു ജീവികളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനാണ്. വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വേപ്പ്, ഈ വേപ്പിൻ്റെ ഇല, ഈ 3 സാധനം കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതപ്പോൾ വേറെ കുഞ്ഞു കുഞ്ഞു ജീവികളോ ഒരു ഇതും അടിക്കില്ല. അടിപൊളിയായിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സീഡ് മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, കാരണം ഇത്രയും കണ്ടൻ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൽ കാണാൻ പറ്റുന്ന എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. ഞാൻ ഏകദേശം എല്ലാം അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു സാമ്പിളായിട്ട് കേട്ടോ എടുക്കുന്ന ഒരു 15 കിലോ. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.